നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ. EMI എടുത്ത് നിങ്ങളൊരു ഉപകരണം വാങ്ങിക്കുന്നു. ഇപ്പോൾ അത് EMIയുടെ സീസണാണ്, ഓണക്കാലമൊക്കെ വരികയാണല്ലോ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ഗൃഹോപകരണം വാങ്ങിക്കണമെന്ന് വിചാരിക്കും. നമ്മൾ കയ്യിൽ പണമില്ലെങ്കിലും അതിനെന്താ നമുക്ക് EMI ഉപയോഗിച്ച് മേടിക്കാമല്ലോ എന്ന് കരുതുന്ന ഒരു സമയമാണിത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ഉപകരണം വാങ്ങിക്കുന്നു. അതിൻ്റെ തിരിച്ചടവ് മുടങ്ങുന്നതോടെ ആ ഉപകരണം പ്രവർത്തനരഹിതമായിത്തീരുന്നു. ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണോ? ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. EMI മുടങ്ങിയാൽ നിങ്ങളുടെ ഫോൺ ലോക്കായി പോകും എന്നാണ് പറയുന്നത്. RBIയുടെ പുതിയ നിയമങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2027 ജനുവരി 1 മുതൽ നടപ്പാക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ പുതിയ പരിഷ്കാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. EMI വഴി സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ ടാബ്ലറ്റോ ഒക്കെ വാങ്ങുന്ന ഒരാളാണോ നിങ്ങൾ, അല്ലെങ്കിൽ വാങ്ങിയ ആളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. EMI തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്കുകൾക്ക് നിങ്ങളുടെ ഫോൺ റിമോട്ടായി ലോക്ക് ചെയ്യാൻ കഴിയും എന്നതാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത. പലർക്കുമുള്ള ഒരു സംശയമാണിത്. ഇതിനൊരു വ്യക്തമായ മറുപടിയുമായി 2026 ഓഗസ്റ്റ് 6 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ സുപ്രധാനമായ പുതിയ നിയമങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. 2027 ജനുവരി 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ ചട്ടങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് ഈ പുതിയ നിയമത്തെക്കുറിച്ചും അതിൻ്റെ വശങ്ങളെക്കുറിച്ചും വളരെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ചോദ്യം ഇതാണ്: ഏതുതരം ഫോണുകളാണ് ലോക്ക് ചെയ്യാൻ കഴിയുന്നത്? ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബാങ്കുകൾക്ക് നിങ്ങളുടെ ഏത് ഉപകരണമാണ് ലോക്ക് ചെയ്യാൻ സാധിക്കുക എന്നതാണ്. നിങ്ങളൊരു വ്യക്തിഗത വായ്പയോ വാഹന വായ്പയോ അല്ലെങ്കിൽ ഭവന വായ്പയോ എടുത്തതിന് ശേഷം അതിൻ്റെ EMI മുടങ്ങിയാൽ റിക്കവറിക്കായി ബാങ്കിന് നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്യാൻ യാതൊരു അധികാരവുമില്ല. ആ ഭയം നിങ്ങൾക്ക് വേണ്ട. ഏതെങ്കിലും ഒരു പ്രത്യേക മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ വാങ്ങാൻ വേണ്ടി മാത്രം നിങ്ങൾ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വായ്പ മുടങ്ങിപ്പോവുകയാണെങ്കിൽ മാത്രമേ ആ നിർദ്ദിഷ്ട ഉപകരണം ലോക്ക് ചെയ്യാൻ ബാങ്കുകൾക്ക് അനുമതിയുള്ളൂ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് പോലെ നിങ്ങൾ വായ്പ എടുത്തു വാങ്ങിയ വാഷിംഗ് മെഷീൻ പ്രവർത്തനരഹിതമാകാൻ പോകുന്നില്ല, നിങ്ങളുടെ TVയും വർക്ക് ചെയ്തുകൊള്ളൂ. നിങ്ങൾ വായ്പ എടുത്തു വാങ്ങിയ ടാബ്ലറ്റ്, ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇവയ്ക്കൊക്കെ വായ്പ മുടങ്ങിയാൽ മാത്രമേ അത് റിമോട്ടായി ഓഫ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളൂ. അതും വായ്പ കരാറിൽ നിങ്ങളുടെ മുൻകൂർ സമ്മതം വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഫെസിലിറ്റി അവർക്ക് ഓണാക്കാൻ കഴിയുകയുള്ളൂ. EMI അടയ്ക്കേണ്ട തീയതി കഴിഞ്ഞ് 1-2 ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന ഫോൺ ഒറ്റയടിക്ക് ലോക്ക് ചെയ്യാൻ ഇനി ബാങ്കുകൾക്കൊന്നും കഴിയില്ല. RBI ഇതിനായി കൃത്യമായ സമയക്രമം കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ 30 ദിവസം EMI മുടങ്ങി 30 ദിവസമായെന്നൊന്ന് വിശ്വസിക്കുക, കരുതുക. ആദ്യത്തെ 30 ദിവസത്തേക്ക് നിങ്ങളുടെ ഫോണിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളും കൊണ്ടുവരാൻ ബാങ്കുകൾക്ക് കഴിയില്ല, അവർക്കതിനുള്ള അധികാരവുമില്ല. നിങ്ങൾക്കൊരു നോട്ടീസ് അയക്കാൻ അവർക്ക് കഴിയും. 30 മുതൽ 60 ദിവസം വരെ കഴിഞ്ഞാലോ? 30 ദിവസം കഴിഞ്ഞാൽ ഫോണിലെ ചില സംവിധാനങ്ങളിൽ ഭാഗികമായ നിയന്ത്രണങ്ങൾ, പാർഷ്യലായിട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും. ഇനി 60 ദിവസത്തിന് ശേഷമാണെങ്കിലോ? കുടിശ്ശികയായിട്ട് 60 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഫോൺ പൂർണ്ണമായി ലോക്ക് ചെയ്യാൻ പാടുള്ളൂ. ഔട്ട് ഗോയിങ് കോളുകൾ പോലും 60 ദിവസത്തിന് ശേഷം മാത്രമേ തടയാൻ അവർക്ക് അനുവാദമുള്ളൂ. ഇനി നിങ്ങളുടെ ഫോൺ പൂർണ്ണമായി ലോക്ക് ചെയ്താലും ചില ആവശ്യ സേവനങ്ങൾ തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് RBI കർശനമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്ന ഇൻകമിംഗ് കോളുകൾ, SMS, മറ്റ് സന്ദേശങ്ങൾ, അടിയന്തര സഹായത്തിനായുള്ള എമർജൻസി SOS കോളുകൾ, സർക്കാരിൽ നിന്നുള്ള പ്രത്യേക അലേർട്ടുകൾ, ഇവയൊന്നും ഒരു കാരണവശാലും ബാങ്കുകൾക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ നിങ്ങളുടെ ജോലിയെയോ ഉപജീവനത്തെയോ ബാധിക്കുന്ന തരത്തിലാവരുത് ഈ നിയന്ത്രണങ്ങളെന്നും RBI കർശനമായി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പലരുടെയും ഏറ്റവും വലിയ പേടി ഇതാണ്: റിക്കവറി ആപ്പുകൾ വഴി ബാങ്കുകൾ നമ്മളുടെ കോണ്ടാക്റ്റുകളും ഫോണിലുള്ള ഫോട്ടോകളും ഒക്കെ എടുത്തുകൊണ്ട് പോകുമെന്നാണ്. ഇല്ല, ഫോൺ ലോക്ക് ചെയ്യുന്ന സാങ്കേതിക വിദ്യയുടെ മറവിൽ നിങ്ങളുടെ ഫോണിലുള്ള കോണ്ടാക്റ്റുകൾ, ഫോട്ടോകൾ, വീഡിയോകൾ, കോൾ ഹിസ്റ്ററി, മെസ്സേജുകൾ, ലൊക്കേഷൻ എന്നിവയൊന്നും എടുക്കാനോ പരിശോധിക്കാനോ ബാങ്കുകൾക്കോ തേർഡ് പാർട്ടി ആപ്പുകൾക്കോ യാതൊരു അവകാശവും RBI നൽകിയിട്ടില്ല എന്ന് RBI തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇത്തരം ലോക്കിംഗ് സംവിധാനങ്ങൾക്ക് നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഔദ്യോഗിക സുരക്ഷാ സർട്ടിഫിക്കേഷൻ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നൊരു നിബന്ധനയുമുണ്ട്. അതുകൊണ്ട് വ്യാജ ആപ്പുകളെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ പണമടച്ചാൽ ബാങ്ക് നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമോ? ഇതാണ് ഈ നിയമത്തിലെ ഏറ്റവും മികച്ച ഒരു ഭാഗം. നിങ്ങളുടെ കുടിശ്ശിക നിങ്ങൾ അടച്ചു തീർത്താൽ കൃത്യം 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോണിലെ നിയന്ത്രണങ്ങൾ നീക്കി പൂർവ്വസ്ഥിതിയിലാക്കാൻ ബാങ്ക് ബാധ്യസ്ഥരാണ്. ഇനി ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കാരണം 1 മണിക്കൂറിനുള്ളിൽ ഫോൺ അൺലോക്ക് ആയില്ലെങ്കിലോ? വൈകുന്ന ഓരോ മണിക്കൂറിനും 250 രൂപ വീതം ബാങ്ക് നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. ആ നഷ്ടപരിഹാരം സംബന്ധിച്ചൊരു പരിധിയുണ്ട്. അത് നിങ്ങളുടെ ആകെ വായ്പാ തുകയ്ക്ക് തുല്യമായ പരിധി വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ.
ഫോൺ ലോക്കിംഗ് പുറമെ റിക്കവറി ഏജന്റുമാരുടെ നിയമങ്ങളിലും വലിയ മാറ്റമുണ്ട്. രാവിലെ 8 മുതൽ വൈകുന്നേരം 7 മണി വരെ മാത്രമേ റിക്കവറി ഏജന്റുമാർ നിങ്ങളെ വിളിക്കാനോ നേരിട്ട് വരാനോ പാടുള്ളൂ. ഏജന്റ് നിങ്ങളുടെ വീട്ടിൽ വരുന്നതിന് ഒരു ദിവസം മുൻപെങ്കിലും ബാങ്ക് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കണം. റിക്കവറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വിളിക്കുന്ന എല്ലാ കോളുകളും ബാങ്ക് നിർബന്ധമായും റെക്കോർഡ് ചെയ്യുകയും 6 മാസത്തേക്ക് സൂക്ഷിച്ചു വെക്കുകയും വേണം. മോശമായ ഭാഷ ഉപയോഗിക്കുക, ഭീഷണിപ്പെടുത്തുക, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ച് ശല്യപ്പെടുത്തുക, സോഷ്യൽ മീഡിയ വഴി നിങ്ങളെ പേഴ്സണലായി അപമാനിക്കുക എന്നിവയെല്ലാം കർശനമായി നിരോധിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ വായ്പ നൽകിയ പണം തിരിച്ചുപിടിക്കാൻ ബാങ്കുകൾക്ക് അവകാശമുണ്ട് എന്നത് കാര്യമാണെങ്കിലും അത് ഉപഭോക്താവിന്റെ സ്വകാര്യതയോ മനുഷ്യാവകാശങ്ങളെയോ ലംഘിച്ചുകൊണ്ടാകരുതെന്ന് ഈ നിയമങ്ങൾ അടിവരയിട്ട് പറയുന്നു. അപ്പോൾ 2027 ജനുവരി 1 മുതൽ വരുന്ന ഈ വായ്പാ മാറ്റങ്ങൾ ഡിജിറ്റൽ വായ്പാ മേഖലയെ കൂടുതൽ സുതാര്യമാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വായ്പ എടുത്തിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സാമ്പത്തിക സംബന്ധമായ കൂടുതൽ കൃത്യവും പുതിയ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയമായി നാളെ കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.